യെസ്, അതിൽ ഷാഫി പറമ്പിൽ ആരോപണം ഉന്നയിച്ചത് CI അഭിലാഷ് ഡേവിഡിനെതിരെയായിരുന്നു. അപ്പോൾ ഈ അഭിലാഷിനെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തത് താൽക്കാലികമായിട്ടാണെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറായ CH നാഗരാജു നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിലാണ് ഈ പരാമർശമുള്ളത്. ഗുരുതരമായ വീഴ്ചയും കൃത്യവിലോപവും ഉണ്ടായെന്നും നോട്ടീസിലുണ്ട്. പീഡന പരാതിയിൽ അഭിലാഷ് ഡേവിഡ് തുടർ നടപടി സ്വീകരിച്ചില്ല. സിജോ വി ജോൺ വീണ്ടും ചേർന്ന് വിശദാംശങ്ങൾ നൽകാൻ. സിജോ, ഈ അഭിലാഷ് ഡേവിഡിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഇന്നലെ ഷാഫി പറമ്പിൽ ഉന്നയിച്ചത്. എന്ന് വെച്ചാൽ അന്ന് അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടുന്നു എന്ന തരത്തിൽ വിവിധ മാധ്യമങ്ങളിൽ, ചാനലുകളിലും പത്രങ്ങളിലും അടക്കുന്ന വാർത്തകൾ ഉദ്ധരിക്കുന്നുണ്ടായിരുന്നു ഷാഫി പറമ്പിൽ. അപ്പോൾ അന്ന് സർക്കാരിൽ നിന്ന് കൃത്യമായൊരു വിവരങ്ങൾ കിട്ടാതെ ഈ ഉദ്യോഗസ്ഥനെ അടക്കം പിരിച്ചുവിടുന്നത് എങ്ങനെയാണ് ഒരു വാർത്തയായി വന്നതെന്ന ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. എങ്ങനെയെങ്കിലും പിരിച്ചുവിട്ടത് തന്നെയായിരുന്നു, അല്ലെങ്കിൽ അതൊരു കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നടപടിയായിരുന്നു? പിന്നീട് എന്താണ് അതിനകത്ത് സംഭവിച്ചത്? ഈ അഭിലാഷ് ഡേവിഡിന്റെ കാര്യത്തിൽ എന്താണ് ഉണ്ടായത് പിന്നീട്? സത്യത്തിൽ നമുക്ക് ഈ രേഖകളിൽ നിന്നും കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പിരിച്ചുവിടൽ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ നോട്ടീസ് എന്ന് പറയുന്നത് ശ്രീകാര്യത്ത് ഇയാള് SHO ആയിരിക്കുന്ന സമയത്ത് അവിടെ ഒരു പീഡന പരാതി വരുന്നു. ആ പീഡന പരാതിയിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ഇയാൾ തയ്യാറായിരുന്നില്ല. അവരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അത് കൊല്ലത്തുള്ള വേറൊരു സ്ഥലത്താണ് നടക്കുന്നത്. ആ സ്റ്റേഷനിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുകയോ ഒന്നും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇതിൽ ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന CS നാഗരാജു നോട്ടീസ് നൽകുന്നത്. ആ നോട്ടീസിന് 15 ദിവസത്തിനകം മറുപടി നൽകണമെന്നുള്ള ഒരു കാര്യമാണ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. പക്ഷെ അതിന് മറുപടി നൽകിയിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ നമുക്കറിയില്ല. പക്ഷേ ആ സമയത്തിനുള്ളിൽ ഇയാളെ ഇവിടെ നിന്ന് മാറ്റി, SHOയുടെ ചുമതലയിൽ നിന്ന് മാറ്റി റെയിൽവേയിലോട്ട് മാറ്റുന്നു. പോലീസിന്റെ റെയിൽവേ വിഭാഗത്തിലേക്ക് മാറ്റുന്നു. ആ റെയിൽവേ വിഭാഗത്തിലേക്ക് മാറ്റിയപ്പോൾ പിന്നീട് ആ നോട്ടീസിന്മേൽ നടപടി സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് നാഗരാജു അല്ല, നാഗരാജുവിന്റെ ചുമതലയിൽ നിന്ന് അത് പോവുകയും ചെയ്യുന്നുണ്ട്. കാരണം റെയിൽവേയിലോട്ട് മാറിയതുകൊണ്ട് പിന്നീട് ആ വിഭാഗത്തിലാണ് അത് എടുക്കേണ്ടത്. അങ്ങനെ അവിടെ നിന്ന് ഇതിന്റെ തുടർ നടപടികളിലേക്ക് പോകുന്നു. ഈ നോട്ടീസിന് ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഇയാൾ DGPയെ സമീപിക്കുകയാണ് ചെയ്യുന്നത്. അന്ന് ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് DGP ആയിരുന്നത്. ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇത് കടുത്ത സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നുള്ള ഒരു നടപടി, അത്തരം കടുത്ത നടപടികളിലേക്ക് പോകേണ്ടെന്ന നിലപാടിലേക്ക് വരുന്നത്. അത് റിവ്യൂ ചെയ്തു. അതിനുശേഷം ഇയാളുടെ ഇൻക്രിമെന്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു നടപടികളിലേക്ക് മാത്രമാണ് പോകുന്നത്. അങ്ങനെ ശരിക്കും പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാളെ സർവീസിൽ നിന്ന് സത്യത്തിൽ സസ്പെൻഡ് ചെയ്ത് അയാളെ മാറ്റി നിർത്തിയിട്ടില്ല, അയാളെ പിരിച്ചുവിട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇയാളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി എന്ന് തന്നെ നമുക്ക് കരുതണം. പയ്യെ റെയിൽവേയിലോട്ട് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് ചില അപ്പീലൊക്കെ കൊടുത്ത് അത്തരം നടപടികളിലേക്ക്, ഇൻക്രിമെന്റ് തടയുന്ന നടപടികളിലേക്ക് മാത്രമായി ഒതുങ്ങുന്നു എന്നുള്ളതാണ്. ശരിക്കും അന്ന് വന്നിരുന്ന വിവരങ്ങൾ ഒരുപക്ഷെ അത് തെറ്റാണ്. അയാളെ സർവീസിൽ നിന്ന് ഇതുവരെയും പുറത്താക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. യെസ്, അപ്പോൾ അഭിലാഷ് ഡേവിഡിന്റെ കാര്യത്തിൽ ഇന്നലെ ഷാഫി പറമ്പിൽ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ അഭിലാഷ് ഡേവിഡിന്റെ പ്രതികരണം വന്നിരുന്നു. അദ്ദേഹം പറയുന്നത് ഞാനല്ല അടിച്ചത്, എനിക്ക് ആ സമയം വേറെ എടുത്തായിരുന്നു ഡ്യൂട്ടി എന്നാണ് പറയുന്നത്. അത് ബസ് സ്റ്റാൻഡിന് സമീപത്തായിരുന്നു, ഇവിടെയല്ല ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ ചിത്രത്തിൽ കാണിച്ചത് അഭിലാഷ് ഡേവിഡ് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നു. അപ്പോൾ അഭിലാഷ് ഡേവിഡിന്റെ പ്രതികരണത്തിന് ശേഷം ഷാഫിയുടെ പ്രതികരണം വന്നിരുന്നു? ഇല്ല, അതിനുശേഷം ഷാഫി പ്രതികരണമായിട്ട് ഒരുപക്ഷെ വരാനുള്ള തീർച്ചയായിട്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം അതിൽ എന്താണ് പറയുന്നത്. എന്തായാലും താൽക്കാലിക നടപടിയാണ് ഉണ്ടായതെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.